ഓക്കെ മതി. നെക്സ്റ്റ്. ഞാനൊരു മേടിക്ക് കാണിച്ചു തരാം. ഇതെന്താണ്? തീപ്പത്തി. തേപ്പട്ടിയുള്ള പേപ്പട്ടി, തീപ്പട്ടി. ഞാൻ ഈ തീപ്പട്ടി താഴെ വെക്കുന്നു. ഈ തൊപ്പി കൊണ്ട് ഈ തീപ്പട്ടി മൂടുന്നു. തൊപ്പി തൊടാ തീപ്പട്ടി സൂത്രം കാണിച്ച ഈ തൊപ്പി വേണ്ട, ഈ തൊപ്പി കൊണ്ട് മൂടുന്നു. അപ്പൊ തൊപ്പിക്ക് താഴെ തീപ്പത്തി, തീപ്പട്ടിക്ക് മുകളിൽ തൊപ്പിക്ക് താഴെ തീപ്പട്ടിക്ക് തൊപ്പിക്ക് താഴെ. മതി മതി. എനിക്കറിയാം, ഞാനിത് ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയതാ. അടുത്തെന്താ? Who is the next? ഈ ചക്രന്തേ കാണിക്കുന്നേ. ആര് വന്നാലും പോ പോ പോ. തമാശ കളിക്കാ? ഓക്കെ ഓക്കെ മതി മതി. മോനെ എന്റെ നമ്പർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തന്നെ ധാരാളം. What is the next? അതെ, രഞ്ജന്റെ നമ്പർ കഴിഞ്ഞില്ല, ഇനിയുണ്ട്. I want to see the next number. ഓ വിധി. അവനെന്താ പ്രാന്തണ്ടാ? പാട്ട് കിട്ടുമെന്നല്ല, അസല് വട്ട്. നമ്മുടെ കളി ഇഷ്ടപ്പെട്ടുണ്ടാവില്ല. എന്താ ഒരു മര്യാദ വേണ്ടേ? റഷ്യയിലൊക്കെ പോയി പഠിച്ച ആളല്ലേ. എന്താ റഷ്യയിൽ മര്യാദ പഠിപ്പിക്കലൊന്നുമില്ലേ? ഇത് അതൊന്നല്ലാന്ന് ജാട. കമല, നിങ്ങളെന്താ ഞങ്ങളെ കുരങ്ങളിപ്പിക്കുക? നിങ്ങളെ പോലെ വലിയ റഷ്യൻ സർക്കസോ യൂറോപ്യൻ സർക്കസോ ഒന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ സർക്കസ് കൊണ്ട് ജീവിക്കുന്നവരാ. കമല വേണ്ട, ചൂടാവണ്ട. എന്നെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അവരൊക്കെ സീനിയേഴ്സ് അല്ലേ. നമ്മള് പ്രായമെങ്കിലും നോക്കണ്ടേ. അതിന് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഷോ കാണണമെന്ന് പറഞ്ഞു, എന്നാ ഒരു ഐറ്റം പോലും കാണാൻ ക്ഷമയില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഡ്രാമ? ബോറടിച്ചാ പിന്നെ എന്ത് ചെയ്യും? ഭയങ്കര ബോറടിയാണ് കേട്ടോ. പിന്നെ എങ്ങനെ ആള് വരിക? പ്ലേയേഴ്സ് സീനിയേഴ്സ് ആയിരിക്കാം, പക്ഷേ ഓഡിയൻസിന് അറിയേണ്ട കാര്യമില്ല. വെരി പുവർ പെർഫോമൻസ്, ബട്ട് യു ആർ ഗുഡ്. യുവർ വോയിസ് എക്സലന്റ്. അതുപോലെ വില്ലിയുടെ മ്യൂസിക് ആൻഡ് യുവർ മൂവ്മെന്റ്സ് ലവ്ലി ലവ്ലി. ഐ ലൈക്ക് ഇറ്റ്. ആദ്യം നമ്മളിൽ എന്തുണ്ട് എന്ന് എനിക്കറിയണം, എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാൻ. സർക്കസ് ഇസ് നോട്ട് ഓൺലി പ്രാക്ടീസ്, ഇറ്റ്സ് ആൻ ആർട്ട്. എനിക്ക് ഗോവിന്ദേട്ടന്റെ ഇംഗ്ലീഷേ മനസ്സിലാവൂ. സോറി, സർക്കസ് ഒരു കലയാണ്. രസിക്കാനാണ് ആളുകൾ വരുന്നത്. നമ്മൾ രസിപ്പിക്കണം. നമുക്ക് നല്ല കളിക്കാരില്ല, നല്ല ടെന്റ് ഇല്ല, നല്ല ആനിമൽസ് ഇല്ല. കാലം മാറിപ്പോയി. നമ്മുടെ ദാരിദ്ര്യം കണ്ടാലും കാശ് തരില്ല. ഷോ മസ്റ്റ് ബി ഷോ. കളർഫുൾ ആയിരിക്കണം, അതിന് പണം വേണം. ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞല്ലോ. അത് ശരി, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് 100 രൂപ തികച്ചെടുക്കാനില്ല ഡാഡിയുടെ കയ്യില്. വിൽക്കാനാണെങ്കിൽ സിലിഗുരിയില് മമ്മിയുടെ പേരില്. എന്തിനാ സിലിഗുരി? ഇതുപോലെ 2 ആന എന്തിനാ? 1 പോരെ? മനുഷ്യനെ നോക്കി നിൽക്കുന്നു. വായടുത്ത് മനുഷ്യ. അച്ഛാ കരയല്ലേ അച്ഛാ? ഞാനെങ്ങനെ സഹിക്കണ മോളെ? താഴത്ത് വെച്ച അറുമ്പരിക്ക് തലയില് വെച്ച പേനരിക്കത്ത് പറഞ്ഞു കൊണ്ടു നടന്ന ഒക്കെ പോയില്ലേ. ഇന്ന് സഹിക്കണ്ട, നോങ്ങിക്കോ. ശരിയേട്ടാ, നമുക്കിതല്ലാതെ വേറെ വഴിയിലായിട്ടല്ലേ. കമ്പനിക്ക് കാശുണ്ടാവുമ്പോ നമ്മള് ഇതിലും വലിയൊരു ആനയെ വാങ്ങും. നിന്നെ ഗോവിന്ദേട്ട അന്വേഷിക്കണ്. എനിക്കാരും കാണണ്ട. അവനെ കൊണ്ടുപോകുമ്പോ ശേഖരേട്ടൻ അവിടെ ഉണ്ടാവണ്ടേ? എനിക്ക് വയ്യ എന്റെ ബാബു, വയ്യ. എന്താ ശേഖരേട്ടത് ഒരുമാതിരി? അവന്റെ കൈ പിടിച്ചു കൊടുക്കാൻ ശേഖരേട്ടനല്ലാതെ പിന്നെ ആർക്കാ അവകാശം? അതെ, അച്ഛന്റെ സ്ഥാനല്ലേ. ശരാ, നിന്റെ വിഷമം എനിക്ക് അറിയാണ്ടല്ല. വേറെ എന്താണ് ഇപ്പൊ ചെയ്യാ? സാരില്ല പോയിട്ടോ, പോയിക്കോട്ടെ. എന്നാ നീ തന്നെ അവനെ പിടിച്ച് അവർക്ക് കൊടുത്തേ. ചെല്ലടാ. ഇവന് ഇവറ്റകള് മക്കളെ പോലെയാ. വീട്ടുകൾ വർത്താനം പറയുന്നത് പോലും അവന് കേട്ടറിയാം. ശേഖരേട്ടനെ മറക്കണോ നീ? മറന്നോ? മറക്കണം. നീതാ, ഇവരാണ് നിന്റെ ആളുകള്. കുസൃതി കാട്ടി, വല്ലാതെ കുസൃതി കാട്ടി, പിന്നെ അടിയൊന്നും മേടിക്കരുത് കേട്ടോ. നല്ല കുട്ടിയായിരിക്കും കേട്ടോ. എന്റെ കുട്ടിയെ വല്ലാതെ തല്ലി നോക്കരുത്. ഞാൻ വടി കാട്ടി പേടിപ്പിക്കാറേ ഉള്ളൂ. കൈകൊണ്ട് പോലും ഒരു അടി ഇതുവരെ അടിച്ചിട്ടില്ലേ. നന്നായി നോക്കിക്കോളാം.
ശേഖരന്റെ കരച്ചിൽ കണ്ടിട്ട് അൺസഹിക്കബിൾ. ഇനിയൊന്നിനും വിൽക്കാൻ എന്നോട് പറയരുത്. ഈ കമ്പനി പൊളിയാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? ഉം? ചീപ്പ് സെന്റിമെന്റ്സ്, അനാവശ്യമായിട്ടുള്ള ഈ സെന്റിമെന്റ്സ്. ഒരു ഉപകാരമില്ലാത്ത എത്ര എണ്ണത്തിനെ തീറ്റിപ്പോറ്റുന്നത്. അവരെ പിന്നെ എങ്ങോട്ട് പറഞ്ഞു വിടാനാ അല്ലേ? അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അവരൊക്കെ ജീവൻ കൊടുത്തിട്ടാ ഈ കമ്പനി ഉണ്ടായത്. ആ, അതൊക്കെ ബാബുവിന് പറയാം. ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല. അവർ ജോലി ചെയ്തിട്ടുണ്ട്, അവർക്ക് അതിനുള്ള ശമ്പളവും കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? yes. ആ, ഇവിടെ ഞങ്ങളെല്ലാരും ഒരു കുടുംബം പോലെയാ. അതെ. കുടുംബ കഥയൊന്നും എനിക്കറിയണ്ട. ഇതൊരു ബിസിനസ് ആണ്. സാബാദ്യം അത് മനസ്സിലാക്കണം. ബിസിനസ് ഈസ് ബിസിനസ്. അനാഥാലയം നടത്തണമെങ്കിൽ അത് വേറെ നടത്തണം. അനാഥാലയോ? പിന്നെന്താണ് പറയുക? സകല വേസ്റ്റും ചുമക്കുക, അതല്ലേ കമ്പനി ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് ശരിയാണ്, വളരെ ശരിയാണ്. സുശീലടുത്ത് എന്താ നോക്കണേ? ഞാനേ ഇവിടെ ഇങ്ങനെ ഒരു കുറുന്തോട്ടി. കയ്യിലുണ്ടല്ലോ. ഇത് കത്തിയടാ. മറ്റേ കയ്യില്? ഇതൊരു കായക്കൊലയാ. മൂത്തിട്ടില്ല, കക്ക. ആ, ഇതിനെന്നെ കക്കെന്ന് പറയാ. കളവേ, കള്ളി. എന്താ ഇതിനൊക്കെ കളവെന്ന് പറഞ്ഞ കഷ്ടാണ് കേട്ടോടാ. പിന്നെ സുശീലടുത്തിട്ട് അപ്പന്റെ പറമ്പല്ലേ ഇതൊക്കെ? ഈ ക്യാമ്പ് തീരണവരെ ഈ പരിസരത്തുള്ള പറമ്പൊക്കെ എന്റെ അപ്പന്റെ പറമ്പ് തന്നെയാ. എന്താ എന്തിനാ സുശീലടുത്ത് ഇനിയെങ്കിലും നിർത്തിക്കൂടിയ പണി? എടാ, ആ ചെക്കനുള്ളതല്ലേടാ, വല്ലതും വായി പിടിച്ചുണ്ടാക്കി കൊടുക്കണ്ടേ? ഓ, ഹോട്ടലിലല്ലേ താമസം, ഹോട്ടലിൽ നിന്ന് കഴിക്കട്ടെ. അയാൾ എന്തിനാ അനാഥാലയത്തിലെ ഭക്ഷണം കഴിക്കണേ? അനാഥാലയോ? എന്താ അനാഥാലയം അല്ലേ? അബൂക്ക, ശാന്തടുത്തി, സുശീലടുത്തി, ഞാൻ, നമുക്കൊക്കെ തന്തെന്നുള്ള എല്ലാരും ഉണ്ടല്ലോ. നിനക്കെന്താടാ ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത? എന്താടാ? ഒന്നും ഉണ്ടായിട്ടല്ല, പിന്നെ അയാൾ ഒരുമാതിരി. ശ്രുതി വിളിക്കുന്നു. ബാബു എന്താ റിഹേഴ്സൽ തുടങ്ങിയപ്പോ വലിഞ്ഞു കളഞ്ഞത്? ഹേയ്, സമയമാകുമ്പോ വന്നാ മതിയല്ലോ. നമ്മള് വിചാരിച്ച പോലെയല്ല, ഭയങ്കര ഐഡിയാസ് ആണ് കേട്ടോ ശ്രുതിക്ക്. ഇനി എന്റെ എൻട്രിയാ, അത് കഴിഞ്ഞു ബാബുവിന്റെ. വാ ചെല്ലടാ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? വെറുതെ നോക്കിയിരിക്കാലോ. ഈ മുഖമൊന്ന് ഉയർത്തു കാണട്ടെ. വെരി ഗുഡ്. കീപ് ദ ലൈൻ. ഓ, നൈസ്. Then Kamala, the queen of the show. Kamala, ready?